السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال له ربه أسلم قال أسلمت لرب العالمين. സഹോദരങ്ങളെ, ബലിപെരുന്നാളും ഹജ്ജും കഴിഞ്ഞു. നാട്ടിൽ നിന്ന് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തവാഫുൽ വിദാഓടുകൂടി അവർക്കും ഹജ്ജ് അവസാനിക്കും. ഹജ്ജും ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങളും ക്ലാസ്സുകളുമെല്ലാം ഏറെ കേട്ടവരാണ് നമ്മൾ. ഹജ്ജിൽ മാത്രമുള്ളൊരു കർമ്മമാണ് ജംറകളിലുള്ള കല്ലേർ. ദുൽഹജ്ജ് 10 അവസാനത്തെ ജംറയിൽ മാത്രം, ജംറത്തുൽ ഉഖ്റയിൽ മാത്രം 7 തവണ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വിശ്വാസി കല്ലെറിയുന്നു. മറ്റു 3 ദിവസങ്ങളിൽ 11, 12, 13 ദിവസങ്ങളിൽ 3 ജംറകളിലും വിശ്വാസികൾ 7 വീതം കല്ലുകൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടെറിയുന്നു. ഇങ്ങനെ കല്ലെറിയുന്നത് ഹജ്ജിൻ്റെ കർമ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ലേറിനെ പഠിപ്പിച്ചത് കൊണ്ടാണ്. പിശാചിനെ എറിയുകയാണ് എന്ന രൂപത്തിലുള്ള കോപ്രായങ്ങൾ പലരും കാണിക്കാറുണ്ട്. അത് ശരിയല്ല എന്ന് പണ്ഡിതന്മാർ ഉപദേശിക്കാറുമുണ്ട്. എന്നാൽ ഈ കല്ലെറിയലിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്താണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം അഹ്മദ് തൻ്റെ മുസ്നദിലും ഇമാം ഇബ്നു അബി ശൈബ തൻ്റെ സഹീഹിലും ഇമാം ബൈഹഖി തൻ്റെ സുനനുൽ കുബ്രയിലും അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ളൊരു ഹദീസ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ജംറകളിലെ കല്ലേറിൻ്റെ പിന്നിലുള്ള ചരിത്രത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കാറുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി കല്ലെറിയുവാനുള്ള ബലിയറുക്കുവാൻ വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ പൂർത്തീകരണത്തിന് വേണ്ടി മിനയിലൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ അവരുടെ മുന്നിൽ പിശാച് പ്രത്യക്ഷപ്പെടുകയും ഈ 3 സ്ഥലത്ത് നിന്നും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിർദ്ദേശമനുസരിച്ച് പിശാചിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ലെറിഞ്ഞ് ആട്ടുകയും ചെയ്തു എന്നാണ് ഈ ഹദീസിലുള്ളത്. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ
ജംറകൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും പിശാചിനെയും എല്ലാം നമ്മൾ അറിയണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദമായി പഠിച്ചവരാണ് നമ്മൾ. ആദർശ പ്രബോധനത്തിന് വേണ്ടി, തൗഹീദി പ്രബോധനത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ ഒഴിഞ്ഞുവെച്ച മഹാനായ പ്രവാചകൻ. പരിശുദ്ധ ഖുർആൻ തന്നെ ഉമ്മത്തി എന്ന് വിശേഷിപ്പിച്ച പ്രവാചകൻ. ചെറുപ്പത്തിലെ തന്റെ പിതാവിൽ നിന്ന് ആദർശ പ്രബോധനം ആരംഭിക്കുന്നു, അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നു. നാട്ടിലേക്ക് ഇറങ്ങുന്നു ആദർശ പ്രബോധനവുമായി, അവിടെ നിന്ന് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. രാജാവിന്റെ മുന്നിൽ, ഏകഛത്രാധിപതിയായ രാജാവിന്റെ മുന്നിൽ പോയിക്കൊണ്ട് സർവലോകരക്ഷിതാവായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ എന്ന തത്വം ഉറക്കെ പറയുന്നു. അവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെയൊന്നും തന്നെ ഒരല്പമെങ്കിലും പിന്നോട്ടു പോകാതെ ആദർശ പ്രബോധനവുമായി മുന്നോട്ടു പോയതിനാൽ അവസാനം അഗ്നി പരീക്ഷ നേരിടേണ്ടി വരുന്നു. തീയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എറിയപ്പെടുന്നു. ആ എറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തം എന്നുള്ള നിലക്ക് തീയിൽ നിന്ന് യാതൊരു പ്രയാസവും നേരിടാതെ ഇറങ്ങി വരുന്നു. എന്നിട്ടും അദ്ദേഹം ആദർശ പ്രബോധനവുമായി മുന്നോട്ട് പോകുന്നു. തന്റെ വാർദ്ധക്യത്തിൽ കുഞ്ഞുണ്ടാകുന്നു. ആ കുഞ്ഞിനെ ഭാര്യയോടൊപ്പം മക്ക മണലാരണ്യത്തിൽ കൊണ്ടുപോയിടണമെന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടാക്കുന്നു. ആ നിർദ്ദേശം പാലിച്ച് മക്ക മണലാരണ്യത്തിൽ കുഞ്ഞിനെ കൊണ്ടുപോയിടുന്നു. കുഞ്ഞിനെയും ഭാര്യയെയും അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കി, അള്ളാഹുവിൽ മാത്രം വിശ്വാസമർപ്പിച്ച് അവനിൽ കാര്യങ്ങൾ ഫലമേൽപ്പിച്ച് തൻ്റെ ഭാര്യയെയും ചോരപ്പൈതലിനെയും അവിടെ മക്കയിൽ കൊണ്ടുപോയിടുന്നു. ഇതെല്ലാം ചെയ്ത വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയിൽ നിന്ന് മതം ഉൾക്കൊണ്ടയാളാണ് ഇബ്രാഹിം നബിയുടെ ഭാര്യയായി തീർന്ന ഈജിപ്ഷ്യൻ അടിമയായിരുന്ന ഹാജറ. ഹാജറ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സാറയുടെ അടിമ എന്നുള്ള നിലക്കാണ്. സാറയ്ക്ക് ഈജിപ്ഷ്യൻ രാജാവ് കൊടുത്ത സമ്മാനം. തനിക്ക് മക്കളില്ലാത്തത് കൊണ്ട് തന്നെ വാർദ്ധക്യത്തിലെത്തി കഴിഞ്ഞ സാറ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഹാജറയെ വേൾക്കാൻ പറയുകയും അങ്ങനെ ഹാജറ ഇബ്രാഹിമിന്റെ അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയായി തീരുകയും ചെയ്യുന്നു. അവിടെ നിന്നാണ്, ആ ദാമ്പത്യത്തിലാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാകുന്നത്. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറയുടെ മടിയിലാണ് വളർന്നത്, മക്കയിൽ. ആ ഹാജറ ആരാണ്? നമുക്കറിയാം. മക്ക മണലാരണ്യത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നിലോടി തന്നെയും പോരപ്പൈതലിനെയും ഉപേക്ഷിച്ചു പോകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ എന്താണ് എന്നെ ഉപേക്ഷിച്ചു പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി ഉണ്ടാകുന്നില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോഴും മറുപടി ഉണ്ടാകുന്നില്ല. അവസാനം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണോ നിങ്ങൾ ഞങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നത് എന്ന ചോദ്യത്തിന് അതേ എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടിക്ക് പ്രതിവചനമായി, എങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹു ഉണ്ടാകുമെന്ന തവക്കുലിന്റെ ചരിത്രത്തിലെ ചങ്കൽ ലിപികളാൽ രേഖപ്പെടുത്തപ്പെടേണ്ട വചനം പറഞ്ഞുകൊണ്ട് അവസാന നാൾ വരെയുള്ള മുഴുവൻ ഹാജിമാരും മുഴുവൻ ഉംറ നിർവഹിക്കുന്ന ആളുകളും അവർ മാതൃക പിന്തുടരപ്പെടേണ്ട രൂപത്തിൽ ആ സഅയിന് തുടക്കം കുറിച്ച ഹാജറ റളിയല്ലാഹു അൻഹ, ആ ഹാജറയുടെ മടിയിൽ വളർന്ന, ആ ഹാജറയിൽ നിന്ന് ഈമാൻ ഉൾക്കൊണ്ട, ആ ഹാജറയിൽ നിന്ന് ഈമാനിന്റെ യഥാർത്ഥത്തിലുള്ള ആത്മാവ് യഥാരൂപത്തിൽ ആവാഹിച്ചെടുത്ത ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം.
ഇവർ രണ്ടുപേരുമാണ് പോകുന്നത് മിനയിലൂടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദർശ പ്രബോധനത്തിന്റെ രംഗത്തൊന്നാമൻ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ അറുക്കുവാൻ വേണ്ടിയുള്ള അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോഴും ആ കൽപ്പനയുടെ മുന്നിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് താങ്കളുടെ കൽപ്പന താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്തു കൊള്ളുക, ക്ഷമാശീലരോടെ താങ്കൾക്ക് എന്നെ കാണാൻ കഴിഞ്ഞേക്കുമെന്ന് പറഞ്ഞ ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവർ രണ്ടുപേരും പോകുന്ന സന്ദർഭത്തിലാണ് പിശാച് പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ജംറയുടെ ഏറ്റവും വലിയ പാഠം അതാണ് എന്നാണ്. പിശാച് ഒരിക്കലും നിരാശനാകുന്നില്ല എന്ന പാഠം. പിശാച് നിരാശനാകുന്നില്ല എന്ന പാഠം. ഈമാനിന്റെ ഉജ്ജ്വലമായ മാതൃകകളായ രണ്ടുപേര് പോകുന്ന സന്ദർഭത്തിലും അവരെ പ്രലോഭിപ്പിക്കുവാൻ, അവരെ വഴിതെറ്റിക്കുവാൻ, അവരുടെ യഥാർത്ഥത്തിലുള്ള പാതയിൽ നിന്ന് തെറ്റിക്കുവാൻ പരിശ്രമിക്കുന്ന പിശാച് അവസാനത്തെ നിമിഷത്തിലെങ്കിലും ഒരാളെ വഴിതെറ്റിക്കുവാൻ കഴിഞ്ഞാൽ തനിക്ക് നരകത്തിലേക്ക് അയാളെ കൊണ്ടുപോകാൻ കഴിയുമല്ലോ എന്ന് പ്രതീക്ഷ പുലർത്തുന്ന പിശാച്, ആ പിശാച് ആണ് ജംറകളിൽ നിന്ന്, പിശാചിന്റെ ആ പ്രവർത്തനമാണ് ജംറകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠമെന്ന് ഞാൻ കരുതുന്നു. പിശാച് ഏത് സമയത്തും ശൈത്താൻ നമ്മളെ തെറ്റിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമെന്ന പാഠം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് പിശാച് കടന്നു വന്നുവെങ്കിൽ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് പിശാച് കടന്നു വന്നുവെങ്കിൽ, ആ പിശാചിനെ കല്ലെറിഞ്ഞോട് ഓടിക്കുവാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞുവെങ്കിൽ, നമ്മളെല്ലാം നമ്മുടെ ഹൃദയങ്ങൾക്കകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പൈശാചികമായ പ്രലോഭനങ്ങളെയും പ്രേരണകളെയും ഏത് രൂപത്തിൽ എറിഞ്ഞോടിക്കണം എന്ന തിരിച്ചറിവാണ് ജംറകൾ നമുക്ക് നൽകേണ്ടത്. ആ തിരിച്ചറിവ് വളരെ പ്രാഥമികമായ തലത്തിൽ നിന്ന് ആരംഭിക്കേണ്ടത്. നാം ആലോചിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അവസാനത്തെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 23 വർഷ കാലഘട്ടത്തിലെ പ്രബോധന ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അതിലെ ആദ്യത്തെ മക്കാ കാലഘട്ടം മുഴുവനും തൗഹീദ് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ചെലവഴിച്ചത്. മക്കയിലെ 13 വർഷവും തൗഹീദായിരുന്നു അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ കാതൽ. മദീനയിലെത്തുന്നതോടുകൂടിയാണ് ഇസ്ലാമിക ജീവിതത്തിന്റെ മറ്റു തലങ്ങളിലേക്ക് ഇസ്ലാം കടന്നു ചെല്ലുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം തൗഹീദാണ്, തൗഹീദി പ്രബോധനമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം കേട്ട് ആദ്യമായി മുസ്ലിമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സതീർത്ഥ്യൻ, പ്രവാചകന്റെ ഇഷ്ടപ്പെട്ട വ്യക്തി അബൂബക്കർ റളിയല്ലാഹു അൻഹു, ആദ്യമായി മുസ്ലിമായ പ്രായപൂർത്തിയെത്തിയ പുരുഷൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അബൂബക്കറിന്റെ ഈമാൻ തുലാസിന്റെ ഒരു തട്ടിലും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഈമാൻ തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാനിന് കനം കൂടുമെന്ന്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, യാ അബൂബക്കർ, അബൂബക്കർ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഷിർക്ക് കടന്നു വരിക തന്നെ ചെയ്യും. എന്തേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തത്? ജംറകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം ആവർത്തിക്കപ്പെടുകയാണ് ഇവിടെ. റസൂലുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ. ഈമാനിന്റെ ഏത് തലമുള്ള വ്യക്തിയാണെങ്കിലും അറിയാതെ പിശാച് പ്രവർത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ. താങ്കളിലേക്ക്, നിങ്ങളിലേക്ക്, ഈ സമുദായത്തിലേക്ക് ശിർക്ക് കടന്നു വരിക തന്നെ ചെയ്യും. പാതിരാത്രിയിൽ ഇരുട്ടത്ത് ഒരു ചെറിയ ഉറുമ്പ്, കറുത്ത ഉറുമ്പ് കടന്നു വരുന്നത് പോലെ. ഇതൊരു മുന്നറിയിപ്പാണ്, ഏറ്റവും വലിയ മുന്നറിയിപ്പ്. നമ്മളെയെല്ലാം പ്രലോഭിപ്പിക്കുവാനും തെറ്റിപ്പിക്കുവാനും വേണ്ടി പിശാച് സദാസമയവും പരിശ്രമിച്ചു കൊണ്ടിരിക്കും എന്നുള്ള മുന്നറിയിപ്പ്.
ആ മുന്നറിയിപ്പിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ജംറകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകാവുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചല്ലോ. പ്രവാചകൻ ഒരു വര വരച്ചു മണലിൽ. ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര വരച്ചു മണലിൽ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇത് സിറാത്തുൽ മുസ്തഖീമാണ്, ഇത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്, ഇതിലൂടെ പോയാൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കും, സ്വർഗത്തിലെത്തിച്ചേരും. നേർക്ക് നേരെയുള്ള വര. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വരയിൽ നിന്ന് ഒരുപാട് വരകൾ ഇടത്തോട്ടും വലത്തോട്ടും വരച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇതെല്ലാം ളലാലത്തിലേക്കുള്ള മാർഗമാണ്, ഇതെല്ലാം ളലാലത്തിലേക്കുള്ള മാർഗമാണ്. ആ മാർഗങ്ങളുടെ എല്ലാം തലക്കൽ ഓരോ പിശാചുണ്ടാകും, അവിടേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകുകയാണ്. എങ്ങനെയാണ് സിറാത്തുൽ മുസ്തഖീം ളലാലത്തിൽ നിന്നുള്ള മാർഗവുമായി വ്യതിരിക്തമാകുന്നത് എന്ന് നിങ്ങൾ ചരിത്രം എടുക്കുക. മതങ്ങളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നൊരു വസ്തുതയുണ്ട്. ഇസ്ലാമികമായ വീക്ഷണത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുകൂടിയാണ് ലോകത്ത് മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളുടെ മക്കളിലേക്കാണ് പ്രവാചകന്മാർ മുഴുവനും കടന്നു വന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചത് ശുദ്ധമായ ഏകദൈവ ആരാധനയായിരുന്നു എന്ന, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന തത്വമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോ നൂഹ് നബിയും പഠിപ്പിച്ചത് മറ്റൊന്നുമല്ല, ഇതേ തത്വം. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോ അദ്ദേഹവും പഠിപ്പിച്ചത് അത് തന്നെ. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചത് ഇതേ തത്വം. പക്ഷേ ആ പ്രവാചകന്മാരുടെ എല്ലാം പേരുകളിൽ നിലനിൽക്കുന്ന മതങ്ങളുണ്ട് ലോകത്ത്. ആ മതങ്ങൾ പഠിപ്പിക്കുന്ന തത്വങ്ങൾ എന്താണ്? ആ മതങ്ങളെല്ലാം ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞു തരുന്ന ആദർശങ്ങൾ എന്താണ്? നാം പരിശോധിച്ച് നോക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള മതമാണല്ലോ ക്രിസ്തുമതം. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞത് കൊണ്ടല്ല ക്രിസ്ത്യാനിയായത്. ക്രിസ്തു പരിശുദ്ധ ഖുർആൻ പറയുന്നത് മഹാനായ പ്രവാചകനായിരുന്നു എന്നാണ്. മഹാനായ പ്രവാചകനായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ്. യേശു ക്രിസ്തു ഇന്നമൽ മസീഹു ഈസബിനു മറിയം, തീർച്ചയായും ഈസബിനു മറിയം, മസീഹായ ഈസബിനു മറിയം, ക്രിസ്തുവായ മറിയമിന്റെ മകനായ ഈസ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു മഹാനായ പ്രവാചകനാണ്. അദ്ദേഹം അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ പ്രത്യേകമായ വചനം കൊണ്ട് ഉത്ഭൂതമായ അത്ഭുതകരമായ സൃഷ്ടിയാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. അങ്ങനെയുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ ആൾക്കൂട്ടം അവരെവിടെയാണ് നിൽക്കുന്നത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചതിന്റെ നേരെ എതിർവശത്ത്. ഈസാ നബി എന്തൊരാദർശമാണോ പഠിപ്പിച്ചത്, ആ ആദർശത്തിന് നേരെതിരിൽ അവരെവിടെ നിന്നാണ് വഴിതെറ്റിപ്പോയത്? എങ്ങനെയാണ് അവർ വഴിതെറ്റിപ്പോയത്? അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ദിവസേന 17 തവണ നമ്മളോട് ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിൽ ഉൾപ്പെടുത്തണമേ, നേരായ മാർഗത്തിൽ. ആ നേരായ മാർഗം നിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചവരുടെ മാർഗമാണ്. നിന്റെ ശാപകോപതാപങ്ങൾക്ക് പാത്രമായവരുടെ മാർഗമല്ല, വഴിതെറ്റിപ്പോയവരുടെയും മാർഗമല്ല. ശാപകോപതാപങ്ങൾക്ക് പാത്രമായവരുടെ മാർഗം, അള്ളാഹുവിന്റെ ശാപത്തിന് കോപത്തിന് പാത്രമായവരുടെ മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിന്റെ കോപമുണ്ടായിരിക്കുന്നത് ജൂതന്മാരുടെ മേലാണ്. വലദ്ദാല്ലീൻ, തെറ്റിപ്പോയവർ, വഴിതെറ്റിപ്പോയവർ, അവർ ക്രിസ്ത്യാനികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. എങ്ങനെയാണ് ക്രിസ്ത്യാനി വഴിതെറ്റിയത്? അത് വലിയ ചരിത്രമാണ്. ചരിത്രം പറയുകയല്ല ഞാൻ, മറിച്ച് യേശു ക്രിസ്തു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച മാർഗം തന്നെയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നടന്നുപോയി. പക്ഷേ വളരെ സമർത്ഥമായി യേശു പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് മെല്ലെ അവരെ തെറ്റിച്ചു. ഒരു ശൈത്താൻ അവിടെ പിടിക്കാനുണ്ടാകുമെന്ന് പറഞ്ഞ ശൈത്താൻ,
അത് ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ടാകാം, അല്ലാത്ത രൂപത്തിലുണ്ടാകാം. എന്ത് തന്നെയാകട്ടെ, തെറ്റിപ്പോയി. ആ തെറ്റലിൽ ഇന്ന് നമ്മൾ അറിയുന്നു, ഇന്ന് ഇസ്ലാമും ക്രിസ്തു മതവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തെറ്റുന്നിടത്ത് നിന്ന്, മാർഗഭ്രംശം സംഭവിക്കുന്നിടത്ത് നിന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും യേശു പഠിപ്പിച്ച മാർഗമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ നടന്നു പോയത്. യേശു പഠിപ്പിച്ച മാർഗമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ പോയത്. പക്ഷെ യേശു പഠിപ്പിച്ച മാർഗവും ഇന്ന് അവർ നടന്നു പോകുന്ന മാർഗവും തമ്മിൽ എത്ര വ്യത്യാസം. പക്ഷേ തെറ്റുന്ന സമയത്ത് അത്ര വ്യത്യാസം ഉണ്ടായിരുന്നില്ല. തെറ്റുന്ന സമയത്ത് വ്യത്യാസം വളരെ ചെറുതായിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതാ റസൂലുള്ളാഹി പറഞ്ഞത്, നേരായ മാർഗം ഇത്, അവിടെ നിന്ന് തെറ്റുന്ന മാർഗം ഇത്. ഇവിടെ പിശാചുണ്ടാകും, ഇവിടെ നിന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ, തെറ്റിപ്പോയാൽ നേരായ മാർഗമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മാർഗത്തിലൂടെ നടന്നു പോകും. ആ മാർഗത്തിലൂടെ നടന്നു പോകുന്ന ഇയാൾ കരുതുക ഇതാണ് നേരായ മാർഗം എന്നാണ്. പക്ഷേ അതും നേരായ മാർഗവും തമ്മിൽ കുറെ പോകുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാകും. ഇത് മതങ്ങളുടെ മുഴുവനും ചരിത്രം. ഇസ്ലാമിക ലോകത്തുമുള്ള വ്യതിയാനങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുക. വ്യതിയാനങ്ങൾ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ എത്ര ചെറുതായിരുന്നു. ലോകത്തെ ഏറ്റവും ഇസ്ലാമിക സമൂഹത്തിൽ ഏറ്റവും വലിയ ആദ്യത്തെ വ്യതിയാനം അത് ഖവാരിജുകളുടെ വ്യതിയാനമായിരുന്നു. പിന്നീട് അത് ഷിയാക്കളുടെ വ്യതിയാനം, പിന്നീട് മുഅ്തസിലികളുടെ വ്യതിയാനം. ഇതെല്ലാം എടുത്ത് പരിശോധിക്കുക നമ്മൾ. അത് പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ച് പറഞ്ഞു തന്ന കാര്യം അതെത്രത്തോളം കൃത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. എങ്ങനെയാണ് വ്യതിയാനം ആരംഭിച്ചത്, എങ്ങനെയാണ് അവർ തെറ്റിപ്പോകാൻ തുടങ്ങിയത്, എന്തായിരുന്നു കാരണം? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള പ്രശ്നം, ഒരു രാഷ്ട്രീയമായ പ്രശ്നം. ആ പ്രശ്നത്തിൽ കക്ഷികളായി തീർന്നവർ അവർ അവരുടെ കക്ഷിത്വത്തിന് അനുകൂലമായി പരിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിച്ചു. പരിശുദ്ധ ഖുർആനിനെ അവരുടെ കക്ഷിത്വത്തിന് അനുകൂലമായി ദുർവ്യാഖ്യാനിച്ചു. തെറ്റുകയായിരുന്നു അവിടെ നിന്ന്. ചെറിയ തെറ്റ്. പിശാച് അവിടെ അവരുടെ മാർഗത്തിലിരുന്ന പിശാച്, സിറാത്തുൽ മുസ്തഖീമിന്റെ തലയിലിരുന്ന പിശാച് അവരെ തെറ്റിക്കുകയായിരുന്നു. പക്ഷേ അവർ തെറ്റിപ്പോയത് വളരെ വലിയ ഭീകരമായ തെറ്റിലേക്കാണ്. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ അവരെ നിഷ്കാസനം ചെയ്യേണ്ടി വന്നു. അവർ വിത്തിട്ട അതേ വിത്തിൽ നിന്ന് വളർന്ന ഷിയാ പ്രസ്ഥാനം എന്താ സംഭവിച്ചത്? ഷിയാ പ്രസ്ഥാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാർദ്ധക്യത്തിനെതിരെ സംസാരിച്ചു കൊണ്ടാണ് തുടങ്ങിയത്. ഷിയാക്കൾ പിൽക്കാലഘട്ടത്തിൽ ഷിയാക്കളായി അറിയപ്പെട്ട ആളുകളുടെ സൈദ്ധാന്തികമായ രാഷ്ട്രീയമായ ബീജം നമ്മൾ കാണുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രായമായ വ്യക്തി, ആ ഭരണകാര്യങ്ങളിൽ നൈപുണ്യമില്ലാത്ത വ്യക്തി, അദ്ദേഹത്തിനൊന്ന് ഒഴിഞ്ഞു കൊടുത്തുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. അത് അർഹനായവൻ അലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വ്യാഖ്യാനിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം ദീനിന്റെ ഭാഗമാണ് എന്ന് വന്നത്, അതിന് ആ ദീനിന്റെ ഭാഗമാകുന്നതിന് ആ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹത്തെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ടാണ് അവതരിപ്പിച്ചത്. ആ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം, ആ സ്നേഹത്തെക്കുറിച്ചുള്ള വിഗ്രഹവൽക്കരിച്ചുകൊണ്ടുള്ള അവതരണം വഴി അതിൽ ആകൃഷ്ടരായി ആളുകൾ കടന്നുപോയപ്പോ അത് ചെറിയ വ്യതിയാനമായിരുന്നു, ചെറിയ തെറ്റായിരുന്നു. ആ വ്യതിയാനത്തിൽ നിന്ന് തുടങ്ങിയ ഷിയായിസം ഇന്ന് ഇസ്നാഅശരികളുടെ അപകടകരമായ, ഇസ്ലാമിൽ നിന്ന് തികച്ചും വ്യതിരിക്തമായ, ഇസ്ലാമിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അപകടകരമായ വാദങ്ങളുമായി ഇസ്ലാമിൽ നിന്ന് നേരെ വേർതിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി നിലകൊള്ളുകയാണ്. തുടക്കം ചെറിയ തെറ്റിൽ നിന്ന്, ചെറിയ വ്യതിയാനത്തിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിറാത്തുൽ മുസ്തഖീമുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ സാരം നമുക്ക് ഇവിടെ മനസ്സിലാവുകയാണ്. മഹാനായ ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സദസ്സാണ് ബസറയിലെ സദസ്സ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് വാസിൽ ഇബ്നു അത്താ, മഹാപണ്ഡിതൻ. ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം. എന്താ അഭിപ്രായ വ്യത്യാസം? വലിയ പാപങ്ങൾ ചെയ്താൽ അവർ ദീനിൽ നിന്ന് പുറത്തു പോകുമോ ഇല്ലേ എന്നതാണ് അഭിപ്രായ വ്യത്യാസം. വലിയ പാപങ്ങൾ, വ്യഭിചാരത്തെ പോലെ, കൊലപാതകത്തെ പോലെയുള്ള വലിയ പാപങ്ങൾ ചെയ്താൽ അവർ ദീനിൽ നിന്ന് പുറത്തു പോകും എന്നൊരു വിഭാഗം, അവരുടെ ദീനിന് ഒരു തകരാറും പറ്റൂല എന്ന് വേറൊരു വിഭാഗവും. ഇങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസം പോണത്. ഒരാൾ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വന്നുകൊണ്ട് ചോദിച്ചു, ഇമാം,
ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇതിലെന്താണ് ശരി? ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയുന്നതിന് മുൻപ് വാസിൽ ഇബ്നു അത്താഖ മഹാപണ്ഡിതനാ, അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു, എന്നാൽ കുഫറിലെത്തുകയും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് അത്തരം ആളുകൾ. അവിടെ വെച്ച് ഹസൻ ബസരി പറഞ്ഞു, താങ്കൾക്ക് പോകാം എൻ്റെ സദസ്സിൽ നിന്ന്, താങ്കൾ പിരിഞ്ഞു പോവുക എൻ്റെ സദസ്സിൽ നിന്ന്. എന്തുകൊണ്ടെന്നാൽ താങ്കൾ പറഞ്ഞ ഈ ആദർശത്തിന് പരിശുദ്ധ ഖുർആനിന്റെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെയോ പിൻബലമില്ല. അങ്ങനെ പിരിഞ്ഞുപോയ വിഭാഗമാണ് മുഅത്തസിലികളായത്. പിന്നീട് ആ മുഅത്തസിലിയത്തിൽ നിന്നാണ് ലോകത്ത് ഇന്ന് വരെ നിലനിൽക്കുന്ന മുഴുവനും ഹദീസ് നിഷേധത്തിന്റെയും ബുദ്ധിപൂജയുടെയും മുഴുവനും ബീജം നമ്മൾ കാണുക. ഇന്ന് വരെയുള്ള മുഴുവനും അതിന്റെ ബീജം മുഴുവനും. തുടക്കം ഒരു ചെറിയ വ്യതിയാനം, അവിടെ നിന്ന് തുടങ്ങിയ വ്യതിയാനം അഹ്ലുസുന്നയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആദർശമായി മുഅത്തസിലിയ പ്രസ്ഥാനം മാറി. മുസ്ലിം ലോകത്ത് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ, ബൗദ്ധികമായി മാത്രമല്ല കായികമായി പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങൾക്ക് മുഴുവനും ആ മുഅത്തസിലിയത്ത് നിമിത്തമായി എന്നുള്ളത് സത്യം. ഇവിടെയെല്ലാം നമ്മൾ അറിയുന്നത് പിശാച് നമ്മളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ഏത് സമയത്തും തക്കം പാർത്തിരിക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ. അവിടെയാണ് എവിടെയായിരിക്കണം നമ്മുടെ അളവുകോലുകൾ എന്ന് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ മടി കാണിക്കാത്ത പിശാച്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ മടി കാണിക്കാത്ത പിശാച്, അത് ഏത് പ്രഭാഷകന്റെ അടുത്തേക്കും കടന്നു ചെല്ലും, ഏത് പ്രസംഗകന്റെ അടുത്തേക്കും കടന്നു ചെല്ലും, ഏത് വിവരമുള്ളവന്റെ അടുത്തേക്കും കടന്നു ചെല്ലും. ആരെയും വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ആ പരിശ്രമം പിശാച് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും അടങ്ങുന്ന മുഴുവൻ ആളുകളും പിശാചിന്റെ പ്രലോഭനത്തെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ആ ജംറകൾ നൽകുന്ന. ആ പിശാചിന്റെ പ്രലോഭനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ സിറാത്തുൽ മുസ്തഖീമിനെ വരച്ചല്ലോ, അതേപോലെ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം. ആ മാർഗത്തിന്റെ രണ്ട് സൈഡിലും വളരെ ശക്തമായ മതിൽക്കെട്ടുകളുണ്ട്. ആ മതിൽക്കെട്ടുകൾക്കുള്ളിലൂടെയുള്ള കൃത്യമായ മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം. ആ മതിൽക്കെട്ടുകളുടെ ഇടയിൽ ചില വിരികൾ നിങ്ങൾക്ക് കാണാം. ആ വിരികൾ നിങ്ങൾ പൊക്കി ഉള്ളിലേക്ക് കയറിയാൽ അത് മുഹറമാത്തുകളാണ്, അഥവാ നിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ അങ്ങോട്ടുമല്ല കടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം, നിങ്ങൾ പിന്നീട് പിഴച്ചു പോവുകയായിരിക്കും അതിന്റെ ഫലം. അതുകൊണ്ട് തന്നെ വിരികൾ തുറക്കാതെ, മുഹറമാത്തുകളുടെ അടുക്കലേക്ക് പോകാതെ, നിരോധിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാതെ വളരെ കൃത്യമായി മുന്നോട്ട് പോവുക. നേരത്തെ പറഞ്ഞ അതേ കാര്യത്തിന്റെ മറ്റൊരു വിശദീകരണം മാത്രമാണിത്. എങ്ങനെയാണ് ഒരു വഴി തെറ്റിയതാണോ വഴി പിഴച്ചതാണോ എന്ന് മനസ്സിലാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട ഒരു വര വരച്ചു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഹദീസിൽ ആ നീണ്ട വരയത്തിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും? പുതിയ പുതിയ ആശയങ്ങൾ വരും, പുതിയ പുതിയ ആദർശങ്ങൾ വരും. ഇന്നലെ വരെ കേട്ടിട്ടില്ലാത്ത പുതിയ ആദർശങ്ങളുമായി പലരും കടന്നു വരും. അതിന് അതിൻ്റെതായ മേലാപ്പുകൾ ഉണ്ടാകും, അതിന് സുന്ദരമായ മേമ്പൊടികൾ ഉണ്ടാകും. ആ ആദർശങ്ങളെ സമർത്ഥിക്കുവാൻ ആവശ്യമായ യുക്തിബോധങ്ങൾ ഉണ്ടാകും. ആ യുക്തിബോധങ്ങൾക്ക് അനുസൃതമായി പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും? അതിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ മാർഗം പറഞ്ഞു തന്നു. പ്രവാചകൻ തന്നെ ഈ വ്യതിയാനങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു. റസൂലുള്ളാഹി പഠിപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ മുൻപുള്ള സമുദായങ്ങൾ, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾ 72 വിഭാഗമായി എങ്കിൽ നിങ്ങൾ അതിനേക്കാൾ അധികമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അതിനേക്കാൾ അധികമാകും. അതിലൊരു വിഭാഗമാണ്
സിറാത്തുൽ മുസ്തഖീമിലൂടെ പോകുന്നവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് എത്തിച്ചേരുക. ആ ഒരു വിഭാഗമാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി അതിനെ വിശദീകരിച്ചു. മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബിമാരും ഏതൊരു മാർഗത്തിലാണോ ഈ ദിവസം നിലകൊള്ളത് ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിതെറ്റാതെ പോകുന്ന കൃത്യമായ മാർഗനിർദ്ദേശം സംസാരിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുത്തുബകളിൽ ആവർത്തിച്ചാവർത്തിച്ചുകൊണ്ട് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആവർത്തിച്ച് അദ്ദേഹം വീണ്ടും വീണ്ടും പേർത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. വഴി തെറ്റാതിരിക്കാൻ എന്താണ് മാർഗമെന്ന്. ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചു കൊണ്ടാണ് പോകുന്നത്. അവ നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, നിങ്ങൾ അവ മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ ഒരിക്കലും വഴി പിഴക്കുകയില്ല. ആ മുറുകെ പിടിക്കേണ്ടത് അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ വഴി തെറ്റുകയില്ല. ആ അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും തന്നെയാണ് നിങ്ങൾ മുറുകെ പിടിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴി തെറ്റുകയില്ല, സംശയമൊന്നും വേണ്ട. എന്നാൽ അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നിങ്ങളുടെ കൈകളിലും നിങ്ങൾ ആ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും നിങ്ങൾക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചും തോന്നിയതുപോലെ വിചാരിച്ചും തോന്നിയതുപോലെ വളച്ചൊടിച്ചും തോന്നിയതുപോലെ വിളക്ക് മാറ്റിയുമാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മാർഗം ശരിയാവുകയില്ല. അപ്പോൾ പിന്നെ എന്താണ്? അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു പുതിയ ആശയമുണ്ടാകുമ്പോ, ഒരു പുതിയ ആശയവുമായി കടന്നു വരുമ്പോ ആരെങ്കിലും വളരെ യുക്തിഭദ്രതയോടുകൂടി ഒരു ആശയം അവതരിപ്പിക്കുകയും പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മേമ്പടി അതിനവതരിപ്പിക്കുകയും ചെയ്താൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക അത് സിറാത്തുൽ മുസ്തഖീമിൽ നിന്നുള്ള വ്യതിയാനമാണോ അല്ലേ എന്ന്? അവിടെയാണ് മാ അന അലൈഹി വസ്ഹാബി എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം പ്രസക്തമാകുന്നത്. ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ നിലകൊണ്ടത് ഈ ദിവസം ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ അവരാണ് യഥാർത്ഥത്തിലുള്ള രക്ഷപ്പെടുന്ന കക്ഷി. അവരാകുന്നു ഫിർഖത്തുൻ നാജിയ. ആ കക്ഷിയിൽ ഉൾപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ. ആ കക്ഷിയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെയായിരിക്കും. ഒരാക്ഷേപകന്റെയും ആക്ഷേപം ഭയപ്പെടാതെ ആ കക്ഷിയിൽ ഉൾപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഒരു വിഷയം, അവിടെ ഒരു പുതിയ ആശയം, ഒരു പുതിയ ആദർശം, അതല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയൊരു കാര്യം, ആ കാര്യത്തിനനുസൃതമായി പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കപ്പെടുമ്പോൾ, ആ കാര്യത്തിനനുസൃതമായി ഹദീസുകൾ ഉദ്ധരിക്കപ്പെടുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഈ ആയത്തിൽ നിന്ന് സ്വഹാബിമാർ ഇങ്ങനെ മനസ്സിലാക്കിയോ എന്നാണ്. ഈ ഹദീസിൽ നിന്ന് സ്വഹാബിമാർ ഇങ്ങനെ മനസ്സിലാക്കിയോ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തലമുറകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എൻ്റെ തലമുറയാണ് ഏറ്റവും ഉത്തമരായ സമൂഹം, മനുഷ്യർ. അതിനുശേഷം വരുന്നവർ, അതിനുശേഷം വരുന്നവർ. ഇങ്ങനെ 3 തലമുറകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ച തലമുറകളാണ്. അതിനുശേഷം ഉണ്ടാവുക കുഴപ്പമായിരിക്കും, പ്രശ്നമായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ 3 തലമുറകൾ എങ്ങനെയാണോ മതത്തെ മനസ്സിലാക്കിയത്, പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കിയത്, എങ്ങനെയാണോ തിരുസുന്നത്തിനെ ഉൾക്കൊണ്ടത്, അതേ രൂപത്തിൽ ഉൾക്കൊള്ളാൻ നമ്മൾ സന്നദ്ധമായി കഴിഞ്ഞാൽ തീർച്ചയായും പിന്നീട് കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഒരിക്കലും വ്യതിയാനത്തിൽ ഉൾപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവില്ല. ഏത് സമയത്തും നമ്മളുടെ കൈകളിൽ ഉണ്ടാകേണ്ട യാഡ് സ്റ്റിക്ക്, നമ്മുടെ കൈകളിൽ ഉണ്ടാകേണ്ട കൃത്യമായ അളവുകോൽ, അതാണ് ഈ അളവുകോൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അളവുകോൽ. എങ്ങനെയാണ് സ്വഹാബിമാർ മനസ്സിലാക്കിയതൊരു വിഷയത്തെ? ഏത് വിഷയമെടുത്ത് പരിശോധിച്ചാലും, മുസ്ലിം സമുദായത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഏതേത് വിഷയമെടുത്താലും ആ അഭിപ്രായ വ്യത്യാസങ്ങളെ മുഴുവനും പരിശോധിച്ച് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്ത അവസ്ഥാവിശേഷമുണ്ടെങ്കിൽ, 2 അഭിപ്രായക്കാരും പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ, 2 അഭിപ്രായക്കാരും തിരുസുന്നത്ത് ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ, അവിടെ ഒരു മുസ്ലിമിന്റെ നിലപാട് ഈ ആയത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിച്ച സ്വഹാബിമാർ എന്താണ് മനസ്സിലാക്കിയത് എന്ന നോട്ടപാട്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിച്ച സ്വഹാബിമാരിൽ നിന്ന് മതം പഠിച്ച താബികൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ള നോട്ടപാട്, അവരിൽ നിന്ന് മതം പഠിച്ച താബികൾ എങ്ങനെയാണിത് മനസ്സിലാക്കിയത് എന്ന നോട്ടപാട്, ഈ 3 തലമുറകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്കുനേരെ പ്രവാചകന്റെ ആശംസക്ക് വിധേയമായ ആളുകളാണ്. നേർക്കുനേരെ ദീൻ മനസ്സിലാക്കിയ ആളുകളിൽ നിന്ന് ദീൻ പകർന്നു കൊടുത്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വളരെ സുസജ്ജമാണ്. ഒരാളും വഴിതെറ്റാത്ത വിധത്തിൽ സുസജ്ജം. അള്ളാഹുവിന്റെ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. പടച്ചവൻ നമ്മളോട് അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടും സംസാരിച്ചതാണ് പരിശുദ്ധ ഖുർആനിലൂടെ. ഖുർആൻ അള്ളാഹുവിന്റെ ജീവിക്കുന്ന വചനങ്ങളാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവസാനിച്ച വചനങ്ങളല്ല പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അവസാന നാൾ വരെയുള്ള മനുഷ്യരോട് നിരന്തരമായി നടത്തുന്ന അള്ളാഹുവിന്റെ സംസാരമാണ്. അതുകൊണ്ടാണ് ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ് എന്നുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തത്തിനെതിരെ മുഅ്തസിലികൾ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നും അത് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു എന്നും അതിന്റെ ആ രൂപത്തിലാണ് അതിന്റെ അവസ്ഥ എന്നും പറഞ്ഞപ്പോ അതിനെതിരെ അഹ്ലുസുന്നയുടെ ആളുകൾ രംഗത്ത് വന്നത്, അവിടെ ചർച്ചയുണ്ടായത് അതുകൊണ്ടാണ്. അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടുമുള്ള അള്ളാഹുവിന്റെ വർത്തമാനമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാമല്ലോ. ഇബ്രാഹിം നബിക്ക് സംശയമുണ്ടായി. എന്താ സംശയം? എങ്ങനെയാണ് പടച്ചവനെ നീ പുനരുജ്ജീവനം നടത്തുന്നത്? പുനരുദ്ധാനം എങ്ങനെയാണ് മരിച്ചു മണ്ണായി കഴിഞ്ഞതിന് ശേഷം മനുഷ്യരെ പുനരുജ്ജീവിപ്പിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, നീ വിശ്വസിക്കുന്നില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതെ പടച്ചവരെ ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എൻ്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, സമാധാനത്തിന് വേണ്ടിയാണ്. അവിടെ ആ മനസ്സംതൃപ്തിക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച ചോദ്യത്തിന് അള്ളാഹു മറുപടി പറഞ്ഞു. പടച്ചവൻ പറഞ്ഞു, നീ ഏതാനും പക്ഷികളെ വിളിക്കുക, പക്ഷികളെ കഷ്ണിക്കുക, എന്നിട്ട് വ്യത്യസ്തങ്ങളായ മലകളിൽ കൊണ്ടുപോയി വെക്കുക, നീ കൈയടിക്കുക, നീ അവയെ വിളിക്കുക, അവ നിന്റെ അടുത്തേക്ക് ഓടി വരുന്നത് കാണാം. പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള സംശയം തീർക്കുകയാണ്. ഇബ്രാഹിം നബിക്ക് സംശയമുണ്ടായി എങ്കിൽ ഇന്ന് നമുക്കും സംശയമുണ്ടായിക്കൂടെ? നമുക്കും സംശയമുണ്ടാകാം. മനുഷ്യർക്ക് ഏത് സമയത്തും സംശയമുണ്ടാകാം. ഏത് സമയത്തുമുള്ള മനുഷ്യരുടെ സംശയങ്ങൾ മുഴുവനും തീർക്കുവാൻ അവസാന നാൾ വരെയുള്ള മനുഷ്യരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ തത്വശാസ്ത്രപരമായ അസ്തിത്വപരമായ സംശയങ്ങളെ മുഴുവനും തീർക്കുന്ന അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ. അള്ളാഹുവിന്റെ സംസാരം അവസാനിക്കുന്നില്ല എന്നർത്ഥം. ആ പരിശുദ്ധ ഖുർആനിനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് കാണിച്ചു തന്ന വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണെങ്കിൽ ആ ഖുർആനിന്റെ വിശദീകരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്നാൽ പരിശുദ്ധ ഖുർആന്റെ വിശദീകരണമാണ്. അള്ളാഹു മനുഷ്യരോട് എന്ത് പറയണമെന്ന് ആഗ്രഹിച്ചുവോ അത് പ്രവാചകനിലൂടെയാണ് പറഞ്ഞത്. ഒന്നുകിൽ അള്ളാഹുവിന്റെ സംസാരത്തിലൂടെ, അതും നമ്മൾ കേട്ടത്, മനുഷ്യർ കേട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ അള്ളാഹു നമ്മളോട് സംസാരിച്ചു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാകുന്നത്, റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നാണ് അർത്ഥം. ദൂതൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണോ നമുക്ക് എത്തിച്ചു തരാൻ ആഗ്രഹിച്ചത് അത് നമ്മിൽ എത്തിച്ചു തന്ന വ്യക്തി. 3 രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമുക്ക് കാര്യങ്ങൾ എത്തിച്ചു തന്നത്. 1 പ്രവാചകന്റെ ജീവിതത്തിലൂടെ, 2 പ്രവാചകന്റെ വാക്കുകളിലൂടെ, 3 പ്രവാചകന്റെ അനുവാദത്തിലൂടെ. അതിനാണ് സുന്നത്ത് എന്ന് പറയുക. ഞാൻ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ശുദ്ധമായ വചനങ്ങൾ, അള്ളാഹു മനുഷ്യരോട് സംസാരിക്കുന്ന വചനങ്ങൾ, പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ വചനങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം. 23 വർഷക്കാലം നീണ്ടുനിന്ന ഖുർആനിന്റെ അവതരണത്തോലെ പോലെ തന്നെ 23 വർഷക്കാലം നീണ്ടുനിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഇത് രണ്ടുമാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. ഈ പ്രമാണങ്ങളെപ്പോലെ സുസജ്ജമായ പ്രമാണങ്ങൾ ലോകത്തൊരു മതവിശ്വാസിക്കുമില്ല, ഒരു മതസമൂഹത്തിനുമില്ല. ഈ പ്രമാണങ്ങൾ മാത്രമല്ല, ഈ പ്രമാണങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന കാര്യത്തിലുള്ള കൃത്യമായ മെത്തഡോളജി കൂടി, രീതിശാസ്ത്രം കൂടി ഇസ്ലാമിന്റെ പക്കലുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്വഹാബിമാരും താബികളും താബികളും എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ തന്നെ മനസ്സിലാക്കുക എന്ന രീതി. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ
തീർച്ചയായും ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ സിറാത്തുൽ മുസ്തഖീമിലൂടെ നമ്മൾ പോകുമ്പോൾ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഏതെങ്കിലും പുതിയ ആശയങ്ങളുമായി, പുതിയ തത്വശാസ്ത്രങ്ങളുമായി, പുതിയ യുക്തിബോധങ്ങളുമായി, പുതിയ ആദർശങ്ങളുമായി, ഇന്നലെ വരെ കേട്ടിട്ടില്ലാത്ത വാദങ്ങളുമായി ആരെങ്കിലും കടന്നു വരുന്നുവെങ്കിൽ അവരെ പിടിച്ചു നിർത്തി ചോദിക്കാൻ നമുക്ക് കഴിയണം, എവിടെ പരിശുദ്ധ ഖുർആനിലെ വചനമെന്ന്. അവരെ പിടിച്ചു നിർത്തി ചോദിക്കാൻ നമുക്ക് കഴിയണം, എവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമെന്ന്. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ വചനം ഉദ്ധരിച്ചുകൊണ്ട് അവർ വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത നിലപാടുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ നമ്മൾ തിരിച്ചു ചോദിക്കണം, ഈ പരിശുദ്ധ ഖുർആനിൽ നിന്ന് സ്വഹാബിമാർ ഇത് മനസ്സിലാക്കിയോ? ഈ പരിശുദ്ധ ഖുർആനിൽ, ഈ ഹദീസിൽ നിന്ന് സ്വഹാബിമാരോ താബികളോ ഇത് മനസ്സിലാക്കിയോ? ഉണ്ടെങ്കിൽ അവരുടെ ജീവിത നിലപാടുകളിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ആ പാത ഞങ്ങൾക്ക് വേണ്ട. എത്ര വലിയ പ്രഭാഷണം നടത്തുന്ന വ്യക്തിയുടേതാണെങ്കിലും, എത്ര നല്ല പണ്ഡിതന്റേതാണെങ്കിലും, എത്ര കാലം ദീൻ പഠിപ്പിച്ചയാളുടേതാണെങ്കിലും അതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുവാനുള്ള ആർജവം കാണിക്കുമ്പോൾ നമ്മൾ കൃത്യമായും സിറാത്തുൽ മുസ്തഖീമിലായിരിക്കും. അല്ലെങ്കിൽ പിശാച് പ്രലോഭിപ്പിച്ചുകൊണ്ട് നമ്മളെ തെറ്റിപ്പിക്കും. ആ തെറ്റിക്കഴിഞ്ഞാൽ, ആ പോയിന്റിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പോക്കാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നത്. പിന്നെയുള്ള പോക്ക്, ആ പോക്കിൽ അവിടെ യഥാർത്ഥ മാർഗവും വ്യതിചലിച്ച മാർഗവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ആ മാർഗങ്ങൾ തമ്മിൽ അത്രയധികം വ്യത്യാസമുണ്ടാകും. ഇന്ന് മുസ്ലിം ലോകത്തെ വ്യത്യസ്ത ചിന്താ പ്രസ്ഥാനങ്ങളെ എടുത്തു നോക്കുക. നമ്മളെടുത്തു നോക്കുക, ഏത് പ്രസ്ഥാനങ്ങൾ എടുക്കുക. സൂഫിസം തുടങ്ങിയത് എവിടെ നിന്നാ? ഞാൻ പറഞ്ഞ ഹദീസ് നിഷേധത്തിന്റെ മുഴുവനും കുത്തൊഴുക്കായ എല്ലാ കാലഘട്ടത്തിലുമുള്ള അതിന്റെ തുടക്കം എവിടുന്ന? മുഅ്തസിലിയത്ത് തുടങ്ങുന്നത് എവിടുന്ന? ഷിയായിസം തുടങ്ങിയത് എവിടെ നിന്നാ? ഖവാരിജിസം തുടങ്ങിയത് എവിടെ നിന്നാ? ഓരോ പ്രസ്ഥാനങ്ങളും തുടങ്ങുന്ന തുടക്കം വളരെ ചെറിയ വ്യതിയാനങ്ങളിൽ നിന്ന്. ആ ചെറിയ വ്യതിയാനങ്ങൾ പക്ഷേ അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും സ്വഹാബിമാർ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുവാനും ഉപയോഗിക്കുവാനും തുടങ്ങിയ വ്യതിയാനം ഇന്ന് വ്യത്യസ്തങ്ങളായ ചിന്താ പ്രസ്ഥാനങ്ങളായി മാറി നിൽക്കുന്നു. എന്തിനധികം വ്യത്യസ്ത മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കാൾ വ്യത്യാസങ്ങളുള്ള രൂപത്തിലായിരിക്കുന്നു പലപ്പോഴും മുസ്ലിം സമുദായത്തിലെ ചിന്താ പ്രസ്ഥാനങ്ങൾ. അവിടെയാണ് നമുക്ക് നമ്മുടെ രക്ഷ പ്രധാനമാകുന്നത്. നമ്മുടെ രക്ഷ, നമ്മൾ ഏത് പ്രസ്ഥാനമുണ്ടാകട്ടെ, ഏത് വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടാകട്ടെ, അവിടെയെല്ലാം നാം നമ്മുടെ രക്ഷ, നമ്മൾക്ക് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്വർഗലോകം സമ്മാനമായി ലഭിക്കണമെന്ന്, പടച്ചവന്റെ തൃപ്തിക്ക് പാത്രമായി ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ കൈകളിലുള്ള ഈ ആർട്ട് സ്റ്റിക്ക്, ഈ അളവുകോൽ ഉപയോഗിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ തീർച്ചയായും നമ്മളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ഇബ്രാഹീമിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച, ഇസ്മായിലിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച പിശാച് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ തൗഹീദിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കും, തൗഹീദിന്റെ അടിത്തറയിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കും, ഷിർക്കിനെ ന്യായീകരിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ അറിയാതെ ഋജുവായ മാർഗത്തിൽ നിന്ന് വല്ല വഴിതെറ്റി ന്യായീകരണങ്ങളിലേക്ക് പോകും. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമുക്കനുസൃതമായി നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് വികലമാക്കാൻ ആരംഭിക്കും. അങ്ങനെ നമ്മൾ എവിടെയൊക്കെയോ എത്തിപ്പെടും. ഇതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. അതുകൊണ്ട് തന്നെ ജംറകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റാത്ത വിധത്തിൽ ഏത് സമയത്തും പിശാചിനെ കല്ലെറിയുവാൻ സന്നദ്ധമായി നമ്മൾ നിൽക്കണമെന്നാണ്. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മളെ തെറ്റിക്കുവാൻ വേണ്ടി പല രൂപഭാവങ്ങളിൽ കടന്നു വരുന്ന പിശാച് ചിലപ്പോൾ ഹറാമുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട്, ഏറ്റവും അടിസ്ഥാനപരമായി ശിർക്കിനെ ന്യായീകരിപ്പിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ജീവിത വ്യവഹാരങ്ങളിലേക്ക് മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ട് എല്ലാം തന്നെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിനെ കരുതിയിരിക്കുകയും നമ്മുടെ വലുപ്പത്തിന് പകരം നമ്മൾ വിനീതരാണ് എന്നും നമ്മൾ ദുർബലരാണ് എന്നും ആ ദൗർബല്യത്തെ പിശാച് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും നമ്മളെ ബലപ്പെടുത്തുന്നത് നമ്മുടെ കൈകളിലുള്ള പ്രമാണമാണ് എന്നും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങളെ
സ്വഹാബിമാരും താബികളും താബികളും മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയുള്ളൂ എന്നുള്ള കൃത്യമായ അവബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും പിശാചിനെ പിന്നെ നമ്മളെ തെറ്റിക്കുവാൻ സാധ്യമല്ല എന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഏതേത് ആശയങ്ങളുമായി ആര് കടന്നു വന്നാലും അത് ഖുർആനിനും തിരുസുന്നത്തിനും എതിരാണെങ്കിൽ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സഹാബിമാർ മനസ്സിലാക്കിയ രീതിശാസ്ത്രത്തിനെതിരാണെങ്കിൽ അവരെ കല്ലെറിയാൻ, ആ ആശയത്തെ കല്ലെറിയാൻ, ആശയത്തെ ഒഴിവാക്കി വെക്കുവാൻ, അതെത്ര വലിയ ആള് പറയുന്നതാണെങ്കിലും, എത്ര വലിയ പണ്ഡിതൻ പറയുന്നയാളാണെങ്കിലും, ഏറ്റവും വലിയ നമ്മൾ ആദരിക്കുന്ന വ്യക്തി പറയുന്നതാണെങ്കിലും, ആര് തന്നെയാണെങ്കിലും അതിനെ ഒഴിവാക്കി വെക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമാണ് അള്ളാഹു പറഞ്ഞ യഥാർത്ഥത്തിലുള്ള ഹിദായത്തിൽ നമ്മൾക്ക് എത്തിച്ചേരാൻ കഴിയുക. ആ ഹിദായത്ത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മുടെ നിലപാടുകൾ ഈ രൂപത്തിലാകണം. ആ നിലപാടുകൾ എന്താണ്? അള്ളാഹുവും റസൂലും പറഞ്ഞു എന്ന് കേട്ടാൽ പിന്നെ സ്വന്തം യുക്തിബോധം അന്വേഷിച്ചു പോവുകയോ സ്വന്തം ബുദ്ധികളിലേക്ക് തിരിഞ്ഞു പോവുകയോ ചെയ്യുന്നതിന് പകരം പടച്ചവനും റസൂലും പറഞ്ഞതിന് കീഴൊതുങ്ങുക എന്നുള്ളതാണ് നമുക്കുണ്ടായിരിക്കേണ്ട കൃത്യമായ ബോധം. ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. പിശാചുക്കളെ കല്ലെറിഞ്ഞ് ഓടിക്കുവാൻ നമുക്ക് സാധിക്കും. അത് ജംറകളിൽ നിന്ന് നമ്മൾ പഠിക്കുക. ഏത് സമയത്തും പിശാച് നമ്മിൽ നിരാശനല്ല എന്ന് മനസ്സിലാക്കുകയും അവസാന നാൾ വരെ, അവസാനത്തെ ശ്വാസം പോകുന്ന സന്ദർഭങ്ങളിൽ വരെ പിശാച് നമ്മളെ തെറ്റിക്കുവാൻ വേണ്ടി നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുമെന്നും ആ തെറ്റുകളിലേക്ക്, പ്രലോഭനങ്ങളിലേക്ക്, വ്യതിയാനങ്ങളിലേക്ക് പോകാതിരിക്കാൻ പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും സലഫുകളുടെ മാർഗരേഖയുടെയും അടിസ്ഥാനത്തിലുള്ള ജീവിത വീക്ഷണത്തിൽ കടിച്ചു പിടിച്ചു നിൽക്കണമെന്നും നമ്മൾ തീരുമാനിക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഒരു പിശാചിനും നമ്മളെ പഴപ്പിക്കാൻ കഴിയില്ല. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് വ്യതിയാനങ്ങളിൽ നിന്ന് മുക്തമായി ജീവിക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.